ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാറയുടെ ഒരു കുഞ്ഞ് ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതാ ഞാൻ വേണ്ട ഐറ്റംസും കാര്യങ്ങളും എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ റൂഹബ്സ ആണ്. ആ ബോട്ടിലിൻ്റെ കവറൊക്കെ അങ്ങ് അഴിഞ്ഞു പോയി. അറിയാലോ, റൂഹബ്സ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പാകിസ്ഥാനി ഡ്രിങ്കാണ്. കോമൺ ആയിട്ട് നമ്മൾ റമളാൻ മാസത്തിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. ഒരുപാട് ഫ്രൂട്ട്സും കുറച്ച് കുറേ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു എക്സ്ട്രാക്റ്റ്, അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് റൂഹബ്സ. അപ്പം ഞാൻ എൻ്റെ കൊച്ചിന് ഇന്ന് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാവോ, ഐസ് ഉണ്ടാക്കി കൊടുക്കാവോ എന്ന് ചോദിച്ചു. അവൾ ബഹളമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ റൂഹബ്സ എടുത്ത് പാല് ഒഴിച്ച് അത് അവളുടെ ഐസ് ട്രേയിലേക്ക്, കഴിഞ്ഞ ദിവസം അവൾക്ക് വാങ്ങിച്ച ഐസ് ട്രേയിലേക്ക് ഞാൻ അത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ ട്രേ വാങ്ങിച്ചത്. ആ വാങ്ങിച്ച സമയം മുതൽ അത് കയ്യിൽ വെക്കുന്നില്ല. ഉണ്ണുന്നതും ഉറങ്ങുന്നതും എല്ലാം ഈ ട്രേയും പിടിച്ചോണ്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഐസ് ഒഴിച്ച് തരാമോ എന്ന് ചോദിച്ച് എൻ്റെ പുറകെ നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടൊന്നും അവളൊന്നും ഓക്കെ ആവുന്നില്ല. ഇതായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഐക്കയിൽ പോയപ്പോൾ പർച്ചേസ് ചെയ്തതാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ഷോട്ട് ഇവിടെ ആഡ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ഐസ് ട്രേ വാങ്ങിച്ചായിരുന്നു. സാറയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഒരു ആറ് എണ്ണം നമുക്ക് ഒഴിച്ച് വെക്കാൻ പാകത്തിനുള്ള ട്രേ ആയിരുന്നു. ആൾ ഭയങ്കര ഹാപ്പിയായി. ഫ്രിഡ്ജിൻ്റെ അകത്ത് കൊണ്ട് സെറ്റ് ചെയ്യാനായിട്ട്, ഫ്രീസ് ചെയ്യാനായിട്ട് നമ്മുടെ റൂഹബ്സ ഒഴിച്ചത് വെച്ചായിരുന്നു. ഷുഗർ ആഡ് ചെയ്തില്ലായിരുന്നു. ഓൾറെഡി അതിൽ സ്വീറ്റനിങ് ഏജൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി. ആൾ ഹാപ്പിയാണ്. അപ്പോൾ പക്ഷേ അവൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ട് അത് പൊട്ടിയും പൊളിഞ്ഞും ഒക്കെ പോയി. കാരണം കംപ്ലീറ്റ് ആയിട്ട് സ്ട്രോങ് ആയില്ല, കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ആയില്ല. അപ്പോൾ അവൾക്ക് അത് പൊട്ടിപ്പോയി എന്നൊക്കെയുള്ള ഒരു ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. എങ്കിലും ആൾ ഹാപ്പിയാണ്. അപ്പം ഞാൻ അവളോട് പറയുകയാണ്, നമുക്ക് കുറച്ച് നേരം കൂടെ ഫ്രീസറിൽ വെക്കാം. കുറച്ച് നേരം കൂടെ ഫ്രീസറിൽ വെച്ചാലേ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഊരി വരത്തുള്ളൂ. പക്ഷേ അത് അവൾക്ക് ഒരെണ്ണം കിട്ടി. അപ്പം ബാക്കി കുറച്ച് നേരവും കൂടി കുറച്ചും കൂടെ മുകളിൽ, അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ട്രെയിൽ അങ്ങ് മോള് വരെ ടോപ്പ് വരെ ഡ്രിങ്ക് ഒഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇനിയിപ്പോൾ അതുകൊണ്ടാണോ സ്റ്റിക്ക് വിട്ട് വരുന്നതെന്നുള്ള ഡൗട്ട് എനിക്ക് വന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഡ്രിങ്ക് മോള് വരെ ഒഴിച്ചിട്ട് എന്ത് ചെയ്തു, ക്യാപ്പിട്ട് അടച്ചു വെച്ചു. അപ്പോൾ ഇനി ഒന്ന് പരീക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കംപ്ലീറ്റ് ആ ഐസിൻ്റെ ആ ഒരു പൊട്ടാതെ നല്ല ഭംഗിക്ക് കിട്ടുമ്പോഴാണല്ലോ കുട്ടികൾക്കും സന്തോഷം, കാണാനും ഒരു ലുക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ഫ്രീസറിൽ, അതായത് രണ്ടാമത്തെ തവണ ഫ്രീസറിൽ വെക്കുകയാണ്. ഇതൊക്കെ വെക്കുന്ന ഉച്ചയ്ക്കാണ്. ഇനിയിപ്പോൾ അത് എടുക്കാൻ പോകുന്നത് രാത്രിയാണ്. മോള് ഇത് നേരത്തെ കഴിച്ചതിൻ്റെ ജസ്റ്റ് ഞാനൊന്ന് ക്ലിപ്പ് ആഡ് ചെയ്തതാണ്, ഒരു ഷോട്ട് ഇട്ടതാണ്. അപ്പോൾ സാറ ഭയങ്കര ഹാപ്പിയായി. അവൾക്ക് എന്തായാലും ഉദ്ദേശിച്ച സാധനം കിട്ടി. അവൾ ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അവൾ പൊട്ടാത്തതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി അവൾക്ക് പൊട്ടാത്തത് കൂടെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ പൊട്ടിയത് കഴിച്ചു, ഇനി പൊട്ടാത്തതും കൂടെ. ഭയങ്കര ഹാപ്പിയാണ് അവൾ, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര ഹാപ്പിയൊക്കെ കാണിക്കുകയാണ് അത് ഞാൻ കൊടുത്തത് കൊണ്ട്. അപ്പോൾ നമ്മളിതാ വീണ്ടും എടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എന്തായാലും ഇതിന് ഇറങ്ങി തിരിച്ചു. അപ്പം പൊട്ടാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ളത് അവസാനം സക്സസ്. മിഷൻ സക്സസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടാതെ നല്ല അടിപൊളിയായിട്ടുള്ളത് റെഡിയാക്കി. പൊട്ടിയത് പോട്ടെ, നമുക്കെങ്കിലും പൊട്ടാത്തത് കിട്ടിയല്ലോ, അപ്പോൾ ഹാപ്പിയായി. അപ്പോൾ പൊട്ടാത്തത് മാത്രം ഞാനൊന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും സാറ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അവൾക്ക് ഇതാണ് അവൾ ഉദ്ദേശിച്ചത്, മോൾ ഉദ്ദേശിച്ച ഐറ്റം തന്നെ കിട്ടി. അപ്പോൾ ആൾ ഹാപ്പിയായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓരോ ഐസൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ കൊച്ചിൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം സാധിച്ചു കൊടുത്തു. അവൾക്ക് കുറേ നാളായിട്ട് അവൾ പറയുമായിരുന്നു, അമ്മ വീട്ടിൽ ഐസ് ഉണ്ടാക്കിത്താന്ന്. അപ്പോൾ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. കുഞ്ഞുങ്ങളുടെ കൊച്ചു ആഗ്രഹങ്ങൾ സാധിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര വലുതാണല്ലോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.